നമസ്കാരം. ഒരിക്കൽ ആകാശം നക്ഷത്രങ്ങളാൽ നിറഞ്ഞ ഒരു രാത്രിയിൽ ഒരു ചെറുകൂട്ടം ജീവികൾ തീയെ ചുറ്റിയിരുന്ന് ശബ്ദമില്ലാതെ പരസ്പരം നോക്കി. അവർക്ക് വലിയ പല്ലുകളോ കൂർത്ത നഖങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ പക്കൽ ഒരു അപൂർവ ആയുധമുണ്ടായിരുന്നു. അതെ, ചിന്തിക്കാനുള്ള കഴിവ്. അവരാണ് പിന്നീട് ലോകത്തെ മാറ്റിമറിച്ച ഹോമോസാപ്പിയൻസ്, അതായത് ബുദ്ധിമാനായ മനുഷ്യൻ. ആഫ്രിക്കയിലെ പുൽമൈതാനങ്ങളിൽ നിന്ന് ആരംഭിച്ച അവരുടെ യാത്ര വെറും അതിജീവനമായിരുന്നില്ല. അവർ ചോദിച്ചു, എന്തുകൊണ്ട്, എങ്ങനെ? ഈ ചോദ്യങ്ങളാണ് അവരെ മറ്റെല്ലാ ജീവികളിൽ നിന്നും വേറിട്ട് നിർത്തിയത്. അവർ തീ ഉപയോഗിച്ചു, ആയുധങ്ങൾ ഉണ്ടാക്കി, ഭാഷ സൃഷ്ടിച്ചു. എന്നാൽ അതിലുപരി അവർ കഥകൾ പറഞ്ഞു. കഥകളിലൂടെ അവർ ഭയം പങ്കിട്ടു, പ്രതീക്ഷ പകർന്നു, അറിവ് കൈമാറി. ഒരു മൃഗത്തെ എങ്ങനെ വേട്ടയാടണം എന്നത് മുതൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് പേരിടുന്നത് വരെയായി അവരുടെ ചിന്തകൾ വളർന്നു. ഈ കഥകൾ തലമുറകളിലൂടെ ഒഴുകി മനുഷ്യരെ കൂട്ടമായി ബന്ധിപ്പിച്ചു. കാലം കടന്നപ്പോൾ ഹോമോസാപ്പിയൻസ് ഗുഹകളിൽ നിന്നും ഗ്രാമങ്ങളിലേക്കും, ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കും എത്തി. കല്ലായുധങ്ങൾക്ക് പകരം ഇരുമ്പ് വന്നു, ചിത്രങ്ങൾക്ക് പകരം എഴുത്ത് വന്നു, കാൽനട യാത്രയ്ക്ക് പകരം കപ്പലുകളും വിമാനങ്ങളും വന്നു. പക്ഷെ മനുഷ്യന്റെ ഉള്ളിലെ കഥ പറയുന്ന സ്വഭാവം മാറിയില്ല. അവരാണ് ദൈവങ്ങളെ സൃഷ്ടിച്ചത്, നിയമങ്ങൾ ഉണ്ടാക്കിയത്, രാജ്യങ്ങൾ പണിതത്. ഒരേ സമയം അവർ സ്നേഹിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്തു. കരുണയും ക്രൂരതയും ഒരുമിച്ച് വഹിച്ച ഒരു ജീവിയായി മനുഷ്യൻ മാറി. ഇതാണ് ഹോമോസാപ്പിയൻസിന്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. അവൻ സൃഷ്ടിക്കും, അവൻ തന്നെ നശിപ്പിക്കുകയും ചെയ്യും. ഇന്ന് ഹോമോസാപ്പിയൻസ് ചന്ദ്രനിൽ കാൽ വെച്ചു, ഡിജിറ്റൽ ലോകങ്ങൾ സൃഷ്ടിച്ചു, സ്വന്തം ജനിതക രഹസ്യങ്ങൾ പോലും വായിക്കാൻ തുടങ്ങി. എന്നിരുന്നാലും ആ പഴയ രാത്രിയിലെ തീ കായാനിരുന്ന മനുഷ്യരിൽ നിന്ന് ഇന്നത്തെ മനുഷ്യൻ അത്ര അകലെയല്ല. ഇന്നും അവൻ കഥകൾ തേടുന്നു, സിനിമകളിൽ, പുസ്തകങ്ങളിൽ, സോഷ്യൽ മീഡിയയിൽ. ഹോമോസാപ്പിയൻസ് എന്നത് വെറും ഒരു ജീവിവർഗത്തിന്റെ പേര് മാത്രമല്ല. അത് ഓർമ്മകൾ സൂക്ഷിക്കുന്ന, സ്വപ്നങ്ങൾ കാണുന്ന, ഭാവി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു ജീവിയുടെ കഥയാണ്. തീ കത്തിച്ച കൈകൾ ഇന്ന് നക്ഷത്രങ്ങളിലേക്കാണ് നീളുന്നത് എന്ന് മാത്രം. ആ കഥയിലേക്ക് വരാം. ഏകദേശം 6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലെ വനങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു പൊതു പൂർവികനിൽ നിന്നാണ് മനുഷ്യന്റെ പരിണാമ ചരിത്രം ആരംഭിക്കുന്നത്. കാലക്രമേണ പലതരം ആൾക്കുരങ്ങ് വർഗ്ഗങ്ങൾ രൂപപ്പെട്ടു. എങ്കിലും ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയുടെ മണ്ണിൽ നിന്ന് ഉദയം കൊണ്ട ഹോമോസാപ്പിയൻസ് അഥവാ അറിവുള്ള മനുഷ്യൻ എന്ന വിഭാഗമാണ് ഇന്ന് നാം കാണുന്ന മനുഷ്യകുലം. ഈ കഥ കേവലം ഒരു അതിജീവനത്തിൻ്റെതല്ല, മറിച്ച് ബുദ്ധിയും ഭാവനയും കൊണ്ട് ഒരു വർഗം ലോകത്തെ മുഴുവൻ കീഴടക്കിയതിന്റെ ഇതിഹാസമാണ്. ആഫ്രിക്കയുടെ കിഴക്കൻ മേഖലകളിലും ദക്ഷിണ മേഖലകളിലുമാണ് ഹോമോസാപ്പിയൻസിന്റെ ആദ്യകാല തുടിപ്പുകൾ ഉണ്ടായതെന്ന് ശാസ്ത്രലോകം വിശ്വസിക്കുന്നു. ഇതിന് തെളിവായി മൊറോക്കോയിലെ ജബൽ ഇർഹുഡ്, എത്യോപ്യയിലെ ഓമോ കിബിഷ് എന്നിവിടങ്ങളിൽ നിന്ന് 1,95,000 മുതൽ 3 ലക്ഷം വർഷം വരെ പഴക്കമുള്ള മനുഷ്യന്റെ അസ്ഥികൂടങ്ങളും തലയോട്ടികളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തലുകൾ മനുഷ്യന്റെ ഉത്ഭവം ആഫ്രിക്കയിലാണെന്ന ഔട്ട് ഓഫ് ആഫ്രിക്ക സിദ്ധാന്തത്തിന് കരുത്തു പകരുന്നു. എന്നാൽ ഈ ഭൂമിയിൽ ഹോമോസാപ്പിയൻസ് മാത്രമായിരുന്നില്ല. നമ്മുടെ പൂർവികർ വളർന്നു വന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഭൂമിയുടെ മറ്റു ഭാഗങ്ങളിലായി മറ്റു മനുഷ്യവർഗ്ഗങ്ങളും ജീവിച്ചിരുന്നു. യൂറോപ്പിലും പശ്ചിമേഷ്യയിലും അതിശക്തരായ നിയാണ്ടർതാലുകളും, ഏഷ്യയുടെ ഉൾഭാഗങ്ങളിൽ ഡെനിസോവന്മാരും, ഇന്തോനേഷ്യയിലെ ദ്വീപുകളിൽ വളരെ ഉയരം കുറഞ്ഞ ഹോമോ ഫ്ലോറിയൻസിസ് അഥവാ ഹോബിറ്റുകളും ഉണ്ടായിരുന്നു. ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് പുറത്തു കടന്ന ഹോമോസാപ്പിയൻസ് ഈ വർഗ്ഗങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടു. ചരിത്രാതീത കാലത്തെ ഈ കൂടിക്കാഴ്ചകൾ എപ്പോഴും സമാധാനപരമായിരുന്നില്ലെങ്കിലും ആധുനിക മനുഷ്യന്റെ DNA പരിശോധിക്കുമ്പോൾ നിയാണ്ടർതാലുകളുടെയും ഡെനിസോവന്മാരുടെയും ജനിതക അംശങ്ങൾ നമ്മളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് വ്യക്തമാകും. ഇതിനർത്ഥം ഈ വ്യത്യസ്ത മനുഷ്യവർഗ്ഗങ്ങൾ തമ്മിൽ വംശനാശം സംഭവിക്കുന്നതിന് മുമ്പ് സങ്കര പ്രജനനം നടന്നിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് മറ്റു കരുത്തരായ മനുഷ്യവർഗ്ഗങ്ങൾ നശിച്ചു പോയപ്പോഴും ഹോമോസാപ്പിയൻസ് മാത്രമായി അതിജീവിച്ചത് എന്നത് ചരിത്രത്തിലെ വലിയൊരു ചോദ്യമാണ്. ഇതിനുള്ള ഉത്തരം ഹോമോസാപ്പിയൻസിന്റെ ഭൗതിക വിപ്ലവത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. നിയാണ്ടർതാലുകൾക്ക് വലിയ തലച്ചോറും കരുത്തുറ്റ ശരീരവും ഉണ്ടായിരുന്നിട്ടും സാപ്പിയൻസിന് മാത്രമുണ്ടായിരുന്ന ഒരു പ്രത്യേകത സാങ്കല്പിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള കഴിവ് ആയിരുന്നു. ഭാഷ ഉപയോഗിച്ച് കഥകൾ പറയാനും ദൈവങ്ങളെയും രാഷ്ട്രങ്ങളെയും നിയമങ്ങളെയും കുറിച്ച് സങ്കല്പിക്കാനും അവർക്ക് സാധിച്ചു. ഇത് നൂറുകണക്കിന് മനുഷ്യരെ ഒരുമിച്ച് കൊണ്ടുവരാനും വലിയൊരു ലക്ഷ്യത്തിനായി സഹകരിക്കാനും അവരെ സഹായിച്ചു. മറ്റു മനുഷ്യവർഗ്ഗങ്ങൾ ചെറുകൂട്ടങ്ങളായി ഒതുങ്ങിപ്പോയപ്പോൾ സാപ്പിയൻസ് തങ്ങളുടെ സാമൂഹിക ബന്ധങ്ങളിലും മെച്ചപ്പെട്ട ആയുധ നിർമ്മാണ രീതികളിലൂടെയും ലോകം മുഴുവൻ പടർന്നു പന്തലിച്ചു. കാലക്രമേണ ഭക്ഷണത്തിനായുള്ള മത്സരത്തിലും കാലാവസ്ഥാ വ്യതിയാനങ്ങളിലും ഹോമോസാപ്പിയൻസിന് മുന്നിൽ മറ്റു മനുഷ്യവർഗ്ഗങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പ് നിയാണ്ടർതാലുകളും 12,000 വർഷങ്ങൾക്ക് മുമ്പ് ഹോബിറ്റുകളും ഭൂമുഖത്ത് നിന്ന് പാടെ അപ്രത്യക്ഷമായി. തങ്ങളുടെ എതിരാളികളെ ഒന്നുകിൽ ആയുധം കൊണ്ട് കീഴടക്കിയോ അല്ലെങ്കിൽ വിഭവങ്ങൾ പങ്കുവയ്ക്കാതെ ഒറ്റപ്പെടുത്തിയോ ഹോമോസാപ്പിയൻസ് ഈ ഭൂമിയുടെ ഏക അവകാശികളായി മാറി.
ആഫ്രിക്കയിലെ പുൽമേടുകളിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര ഇന്ന് അന്റാർട്ടിക്കയിലെ മഞ്ഞുമലകളിലും ബഹിരാകാശത്ത് പോലും എത്തി നിൽക്കുന്നു. ആദിമ മനുഷ്യർ ഗുഹകളിൽ വരച്ചിട്ട ചിത്രങ്ങളും അവർ ഉപയോഗിച്ച കല്ലായുധങ്ങളും ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുക്കപ്പെടുന്നുണ്ട്. ദക്ഷിണാഫ്രിക്കയിലെ ബ്ലോംബോസ് ഗുഹകളിൽ നിന്നും ഫ്രാൻസിലെ ലാസ്കോ ഗുഹകളിൽ നിന്നും ലഭിച്ച തെളിവുകൾ ഹോമോസാപ്പിയൻസിന്റെ കലയോടുള്ള അഭിനിവേശവും ചിന്താശേഷിയും വിളിച്ചോതുന്നു. ഈ അതിജീവനത്തിന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഭൗതികമായ കരുത്തിനേക്കാൾ സഹകരണവും ബുദ്ധിയുമാണ് മനുഷ്യനെ ഈ ലോകത്തിന്റെ അധിപനാക്കിയത് എന്നാണ്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും രസകരവും വിപ്ലവകരവുമായ ഘട്ടം ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ഭൗതിക വിപ്ലവമായിരുന്നു. അതിനു മുമ്പ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്നത്തെ നമ്മളെപ്പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. ഒരു കഥ പറയുന്നത് പോലെ നോക്കിയാൽ ഇത് മനുഷ്യൻ കേവലം ഒരു മൃഗം എന്ന നിലയിൽ നിന്ന് പ്രപഞ്ചത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു ജീവിയായി മാറിയ ഘട്ടമാണ്. ഈ ഘട്ടത്തിലാണ് ഹോമോസാപ്പിയൻസ് തങ്ങളുടെ ഭാഷയെ ഒരു അത്ഭുതകരമായ ഉപകരണമാക്കി മാറ്റിയത്. അവിടെ ഒരു സിംഹമുണ്ട്, സൂക്ഷിക്കണം എന്ന മുന്നറിയിപ്പ് നൽകാൻ മറ്റു ജീവികൾക്കും സാധിക്കുമായിരുന്നു. എന്നാൽ സിംഹം നമ്മുടെ ഗോത്രത്തിന്റെ ആത്മാവാണ് എന്ന് സങ്കല്പിക്കാനും വിശ്വസിക്കാനും സാപ്പിയൻസിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. ഈ പുതിയ ചിന്താശേഷി മനുഷ്യനെ വലിയ കൂട്ടങ്ങളായി സംഘടിക്കാൻ സഹായിച്ചു. മറ്റെല്ലാ മനുഷ്യവർഗങ്ങളും 50-ൽ താഴെ വരുന്ന ചെറിയ കൂട്ടങ്ങളായി ജീവിച്ചപ്പോൾ ഒരേ ദൈവത്തിലോ ഒരേ ഗോത്രമര്യാദകളിലോ വിശ്വസിച്ചിരുന്ന ഹോമോസാപ്പിയൻസ് ആയിരക്കണക്കിന് ആളുകളെ ഒരു ലക്ഷ്യത്തിനായി അണിനിരത്തി. ഈ കാലഘട്ടത്തിലാണ് മനുഷ്യൻ ആദ്യമായി കലയെയും ആത്മീയതയെയും പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത്. ഗുഹകളിൽ അവർ വരച്ച ചിത്രങ്ങളും കല്ലിലും എല്ലിലും തീർത്ത മനോഹരമായ മുത്തുകളും ആഭരണങ്ങളും ഇതിന് തെളിവാണ്. കേവലം അതിജീവനം എന്നതിനപ്പുറം ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടെത്താൻ അവർ ശ്രമിച്ചു. ജർമ്മനിയിലെ ഹോൾസ്റ്റീൻ സ്റ്റേഡൻ ഗുഹയിൽ നിന്ന് ലഭിച്ച ലയൺ മാൻ ശില്പം ഈ ഘട്ടത്തിലെ ഭാവനയുടെ ഉത്തമ ഉദാഹരണമാണ്. മനുഷ്യന്റെ ഉടലും സിംഹത്തിന്റെ തലയുമുള്ള ഈ രൂപം അന്ന് ജീവിച്ചിരുന്ന മനുഷ്യന്റെ സങ്കല്പ ശക്തി എത്രത്തോളം വളർന്നിരുന്നു എന്ന് നമുക്ക് കാട്ടിത്തരുന്നു. മറ്റൊരു രസകരമായ കാര്യം ഈ ഘട്ടത്തിലെ അതിശയിപ്പിക്കുന്ന കുടിയേറ്റങ്ങളാണ്. ഭൗതിക വിപ്ലവത്തിന്റെ കരുത്തിൽ സാപ്പിയൻസ് ആഫ്രിക്കയിൽ നിന്ന് പുറത്തു കടന്ന് ലോകം മുഴുവൻ പടരാൻ തുടങ്ങി. സമുദ്രം കുറുകെ കടക്കാനുള്ള വഞ്ചികൾ നിർമ്മിക്കാനും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ തുന്നിച്ചേത്ര വസ്ത്രങ്ങൾ ഉണ്ടാക്കാനും അവർ പഠിച്ചു. ഏകദേശം 45,000 വർഷങ്ങൾക്ക് മുമ്പ് സാപ്പിയൻസ് ഓസ്ട്രേലിയയിൽ എത്തിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാഹസികതകളിൽ ഒന്നാണ്. ഒരു വലിയ സമുദ്രം കടന്ന് പുതിയൊരു ഭൂഖണ്ഡത്തിലെത്തിയ മനുഷ്യൻ അവിടെയുള്ള ജീവജാലങ്ങളെയും പരിസ്ഥിതിയെയും മാറ്റിമറിച്ചു. കേവലം വേട്ടക്കാരനായിരുന്ന മനുഷ്യൻ ഒരു തന്ത്രജ്ഞാനിയായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇതേ ഘട്ടത്തിലാണ് നിയാണ്ടർതാലുകളുമായുള്ള നമ്മുടെ കൂടിക്കാഴ്ചകൾ അന്ത്യത്തിലേക്ക് നീങ്ങിയത്. സാപ്പിയൻസിന്റെ മികച്ച ആശയവിനിമയ ശേഷിയും ആയുധങ്ങളും അവരെ മറ്റെല്ലാ വിഭാഗങ്ങളെക്കാളും മുന്നിലെത്തിച്ചു. ലോകത്തിന്റെ ഓരോ കോണിലും ഹോമോസാപ്പിയൻസ് തങ്ങളുടെ പാദമുദ്രകൾ പതിപ്പിച്ചു. ഈ ഭൗതിക മാറ്റം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നും നാം ആഫ്രിക്കയിലെ പുൽമേടുകളിൽ ചെറിയ കൂട്ടങ്ങളായി ആയുധങ്ങളില്ലാതെ അലഞ്ഞു തിരിയുന്ന മറ്റൊരു ജീവിവർഗം മാത്രമായി അവശേഷിക്കുമായിരുന്നു. ചുരുക്കത്തിൽ നമ്മെ നമ്മളാക്കി മാറ്റിയ, ചരിത്രത്തെ തന്നെ വഴിതിരിച്ചു വിട്ട ആ മാന്ത്രിക ഘട്ടം ഈ ഭൗതിക വിപ്ലവമാണ്. ഇതോടെ അവസാനിക്കുന്നതല്ല ഹോമോസാപ്പിയൻസിന്റെ കഥ. അതിജീവനത്തിന്റെ ആ കഥയിലെ ഒടുക്കത്തെ അധ്യായവുമല്ല ഇന്നത്തെ മനുഷ്യൻ. മനുഷ്യ പരിണാമത്തിന്റെ ചരിത്രം ഇനിയും കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.